നമസ്കാരം, പ്രവാസി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വിരൽത്തുമ്പിലെ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടൺ അമർത്തൂ. നിതാഖാത്ത് ഗണത്തിലെ മഞ്ഞ കാറ്റഗറി റദ്ദാക്കാൻ സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജിഹി ഉത്തരവിട്ടപ്പോൾ ശരിക്കും ഞെട്ടിയത് പ്രവാസ ലോകം തന്നെയാണ്. കാരണം സൗദിയുടെ ഈ ഉത്തരവ് വിദേശികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കാനാണ് തീരുമാനമെന്ന് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ജനുവരി 26 മുതൽ, അതായത് ജമാദുൽ ആഖിർ 1 തീരുമാനം നടപ്പിലാക്കുന്നതായിരിക്കും. മഞ്ഞ കാറ്റഗറിയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും റെഡ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അങ്ങനെ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി സ്ഥാപനങ്ങളെ പച്ച കാറ്റഗറിയിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തന്നെ. സ്വദേശിവൽക്കരണ അനുപാതം പൂർത്തീകരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന കാറ്റഗറികളാണ് മഞ്ഞയും ചുവപ്പും. ഇരു കാറ്റഗറികളും സുരക്ഷിതമായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ മുഴുവനും ലഭിക്കുകയും ചെയ്തിരുന്നില്ല. സ്വദേശികളുടെ അനുപാതം കൂടുതലുള്ള പച്ചയോ അതിനു മുകളിലോ കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങൾക്കായിരുന്നു മന്ത്രാലയത്തിന്റെ പൂർണ്ണ സേവനം ലഭ്യമായിരുന്നത് തന്നെ. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ ഏതാനും വർഷം മുമ്പാണ് തൊഴിൽ മന്ത്രാലയം സ്വദേശികളുടെ അനുപാതമനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് എക്സലന്റ്, ഗ്രീൻ, യെല്ലോ, റെഡ് എന്നിങ്ങനെയുള്ള കാറ്റഗറികൾ നിശ്ചയിച്ചത്. ഇങ്ങനെ കാറ്റഗറികൾ നിശ്ചയിച്ചുകൊണ്ട് കർശന നിയമം സ്വദേശികൾക്കായി സൗദി ഭരണകൂടം പുറത്തിറക്കുമ്പോൾ തികച്ചും തിരിച്ചടിയാകുന്നത് നമ്മുടെ സ്വന്തം പ്രവാസികൾക്കാണ്. ഒത്തിരിയേറെ പ്രവാസി മലയാളികൾ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. തികച്ചും കർശന നിയന്ത്രണത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും കൃത്യമായ ശമ്പളം ലഭ്യമാകുന്നതിനാൽ സൗദിയെ തന്നെ ഏറെ പ്രവാസികളും ആശ്രയിക്കുന്നത് തന്നെ. ഇത്തരം നിയമങ്ങൾ കർശനമാകുമ്പോൾ തിരിച്ചടിയാകുന്നത് പ്രവാസികൾക്കാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.